പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദാസരെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച പിതാവെ ഉദാശ യോഗ്യതയോടെ പരിപൂർണം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. ആത്മാവെ നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനും സാധിച്ചുകയുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ തന്റെ അനുഗ്രഹം വർഷിക്കും. ഞാൻ അവിടുത്തെ ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണ നിറഞ്ഞ വാഗ്ദാനം ഈ ദാസരിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകം. പിശാചിന്റെ അടിമത്തിൽ നിന്നും മോചിതനാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? യേശുമിശിഹായെ നിങ്ങളുടെ രക്ഷകരായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന മുദ്രിതയായിരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജോസഫ് മുദ്രിതനായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് യാത്രമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സമാധാനം നമ്മോടുകൂടെ. നിന്റെ കർത്താവേ, അങ്ങ് സ്വന്തമായി ഞങ്ങളുടെ ശരീരത്തെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിന്ന് പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും പുകഴ്ത്തുകയും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ. സഹോദരരെ, വിശുദ്ധ പൗലോസ് യേശുക്രിസ്തു
ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തു വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. യേശു യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദേവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. മാമോദീസ വഴി ദൈവമക്കളായി തീരുന്ന ഈ ശിശുക്കളെ സമർപ്പിച്ചുകൊണ്ടെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അറിയിച്ചതാവേ. മാമോദീസയുടെ വീണ്ടും ജനിച്ച് ദൈവമക്കളാകാനുള്ള വരം ഈ ശിശുക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം ഈ ദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കുകയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ശിംശയായി നിങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും അവനോടുകൂടി ഏകസത്യമാകുന്ന എന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനെ അജ്ഞാപനത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നതെന്നും എതിർത്തിരിക്കുന്ന പോലെ മൂന്നാം ദിവസം വരുന്നേരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വളർത്തുവാതിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സർവ്വത്രിയുമായ സഭയിലും പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിൽ വേർക്കലും ഇത്യാദിയും നിങ്ങൾ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവെ, എന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതരായി ദാസരെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ ശ്രീകന്മാരിൽ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കൂദാശ യഥാവധി പരികരണം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സാധകന്റെ നാഥനായ ദൈവമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കയറും കൊണ്ട് ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന മാംസപ്പെടുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വസ്ത്രധാരണത്തെ അലങ്കരിക്കുകയും കളങ്കമായി ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. സമാധാനം നമ്മോട് കൂടെയും പാപങ്ങൾ നീക്കുന്ന തിരുകുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുക്കളെ കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന നമ്മുടെ കർത്താവ് ഈശോയുടെ വിശ്വാസം വാഗ്ദാനം ഈ ദാസരിൽ നിറവേറ്റിയതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മക്കളെ ഈശോയുടെ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മൗഢ്യപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുകയാണ്. ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ആകാശത്തിന്റെയും വിശ്വസ്തന്മാരുടെയും സർവശക്തിയുടെയും സഭയിലും ലോകത്തിന്റെയും ദൈവമധ്യസ്ഥനായ വിശ്വസ്തന്റെയും ഈ ശിശുക്കളെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ താല്പര്യം കാലമുണ്ടായ വിശുദ്ധന്റെയും വിശുദ്ധയും മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവനമാതൃമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാവരും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആർക്കും അങ്ങനെ
ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. 2 കുട്ടികളുടെ മാമോദീസ ഒരേ വേദിയിൽ ഇത്രയും സന്തോഷകരമായ ഒരു നിമിഷത്തിൽ പങ്കുചേരാമെന്ന എല്ലാ ബന്ധുമിത്രാദികളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇവരെക്കാൾ ഉപരി ഇവരുടെ മാതാപിതാക്കൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ബ്ലെസ്ഡ് ആൻഡ് പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഫാമിലി ഇല്ലാതെ ഈ സ്റ്റേജ് എന്തായാലും അപൂർണമാണ്. നമുക്ക് ആദ്യമേ തന്നെ ദീപുവിൻ്റെ ഫാമിലിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ദീപുവിൻ്റെ പപ്പ, മമ്മി, ആഷ്ലി, ഞങ്ങളുടെ പ്രിയങ്കരനായ ജോർജ്. അടുത്തതായിട്ട് മരിയയുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. മരിയയുടെ സ്നേഹനിധിയായ പപ്പയും മമ്മിയും, ജോസേട്ട, റാണി ചേച്ചി. മരിയയ്ക്ക് 2 സഹോദരിമാരുണ്ട്. മരിയയുടെ ചേച്ചി സുമറാണി, സുമറാണിയുടെ ഹസ്ബൻഡ് വിനു. അവർക്കൊരു ബ്യൂട്ടിഫുൾ ഡോട്ടർ ഉണ്ട്, ഹന്ന. അതുപോലെ തന്നെ മരിയയുടെ 2ാമത്തെ ചേച്ചി അന്ന റാണി, അരുൺ. അവരുടെ മകൻ യോഹാൻ. ഇവരെ 3 പേര്, ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കയ്യടി പോരാ, കുറച്ചും കൂടി കയ്യടി ആവാം. Happy Baptism Day. കണ്ണാക്കി കയറ്റിയത് ഫുഡിന്റെ കാര്യത്തിന് ഓ അയ്യ കഴിഞ്ഞുറങ്ങി. എല്ലാവർക്കും ഞങ്ങളുടെ 2 കുടുംബങ്ങളുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയാണ്. സോ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്കറിയാം ഫാമിലിന് നന്ദി പറയേണ്ട ആവശ്യമില്ല, ദേ ആർ വൺ അമംഗ് us. പക്ഷേ ഞാനും ദീപക്കും ആഫ്റ്റർ ബീയിങ് പാരൻസ്, ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം സമ്മാനം. സോ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആണ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾമൈറ്റി. അടുത്തത് എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഞങ്ങളുടെ ഫാമിലിയാണ്. എൻ്റെ 2 പോസ്റ്റ്മോർട്ടവും എൻ്റെ പ്രഗ്നൻസി ജേർണിയിലും എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു കാനഡയിൽ. എനിക്കറിയില്ല, അമ്മയില്ലാതെ അടുക്കോ ഞാൻ എന്ത് ചെയ്യുമായിരുന്നത്. അമ്മ യുഡില എനിക്കറിയാവുന്നൊരു സാധനം, കുരിശിലെ ഈശോ സ്നേഹം കാണിച്ചിട്ടുണ്ട്. 2ാമത് ഞാൻ സ്നേഹം കണ്ടത് എൻ്റെ അമ്മ എന്നെ ടേക്ക് കെയർ ചെയ്ത വിധത്തിലാണ്. ഞാൻ 2ാമത്തെ എൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് അത് അമ്മയുടെ സ്നേഹമായിരുന്നു. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ അമ്മ കാണിച്ച സ്നേഹം അതൊരിക്കലും കമ്പാരബിൾ അല്ല. ദാറ്റ് വാസ് സോ ലോട്ട്. അതുപോലെ തന്നെ അപ്പ എന്നെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പപ്പയും മമ്മിയും ആംബുലൻസിൽ കഴിഞ്ഞപ്പോഴും ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കാനഡയിലുണ്ടായിരുന്നു. ലൈക്ക് അവരുടെ ഒരു വലിയ സപ്പോർട്ടാണ്. മമ്മിയൊക്കെ പിള്ളേരുടെ അപ്പോയിൻമെൻറ്റ് ഓർത്തിരുന്ന് വിളിച്ച് ചോദിക്കും, ഡോക്ടറിനെ കണ്ടോ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ഞങ്ങൾ ബ്ലെസ്ഡ് ആണ് ടു ഹാവ് എ ഫാമിലി. പിന്നെ ബെല്ലിയേട്ടൻ, സുമ, കൊച്ചേട്ടൻ, അന്ന. കൊച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 24/7 അവൈലബിൾ പീഡിയാട്രീഷ്യൻ ആണ്. ചെറിയൊരു പനി വന്നാൽ പോലും ഞങ്ങൾ വിളിക്കുന്ന കൊച്ചേട്ടനെയാണ്. അപ്പോൾ ഇവരുടെ സപ്പോർട്ടില്ലാതെ മൈ പോസ്റ്റ്മോർട്ടം വോണ്ട് ബി സക്സസ്ഫുൾ. സോ താങ്ക് യു ഓൾ. യു ഗൈസ് മേഡ് മൈ ലൈഫ് മച്ച് ഈസിയർ. അതുപോലെ തന്നെ ദീപ, ജിനു, ആഷ്ലി, വിനു,
ഇവരെല്ലാവരും വിളിച്ച് അന്വേഷിക്കും കൊച്ചിനെ എങ്ങനെയുണ്ട്, വീഡിയോ കോളൊക്കെ വിളിച്ച് കൊച്ചിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. സോ യു ഗൈസ് ഓൾസോ മെയ്ഡ് മൈ ലൈഫ് അവർ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ദ റിലേറ്റീവ്സ്. എല്ലാവരും വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം. സോ ഈ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.